ഇപ്പോൾ സമയം 6 മണി ആവാൻ 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇഫ്താറിനുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കാൻ പോവുകയാണ്. ഞാൻ വേറൊരു ഐറ്റം ഉണ്ടാക്കാനാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും പെട്ടെന്ന് സവാള കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഒരു ഐഡിയ ആണ് കേട്ടോ വന്നത്. പണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു സാധനം, ഒനിയൻ റിങ്സ്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സവാള എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ഉള്ളിയുടെ വലുതുണ്ടല്ലോ, സവാളൻ്റെ ചെറുത്, ആ ഒരു ടൈപ്പ് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഞാൻ അങ്ങനത്തെയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാള ഇതുപോലെ പൊരിച്ചെടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല, അല്ലെങ്കിൽ സവാളയിൽ തന്നെ ചെറുത് നോക്കി എടുത്താൽ മതി. വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കടലമാവ്, കുറച്ച് നമ്മുടെ മല്ലിയില അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു അരക്കപ്പ് മൈദയും കൂടെ ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല കട്ടിയിലൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സവാളയിൽ നമ്മൾ മുക്കുമ്പോഴത്തേക്കിനും സവാള കുറച്ച് എന്താ പറയുക, അങ്ങനെ നിൽക്കാത്തൊരു സാധനമാണ് കേട്ടോ. ഇങ്ങനെ ഒഴുകി നടക്കുന്നൊരു സാധനം പോലെയാണ് നമ്മൾ ഇതിനകത്തൊക്കെ ഇടുമ്പോഴത്തേക്കിനും. അപ്പോൾ അതൊന്ന് കോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ നല്ല കട്ടിയിലൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. നമുക്ക് മാവിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പൊടിയൊക്കെ ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണേ. എന്നിട്ട് നമ്മൾ ഇതുപോലെ കോരി എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള, ഉള്ളിവടേനേക്കാളും ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണേ. അപ്പോൾ റമദാനിലൊക്കെ പെട്ടെന്നൊരു വിഭവമൊക്കെ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ചായൻ്റെ കൂടെയോ ജ്യൂസിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനായിട്ട് കഴിക്കാം. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ബജ്ജി പൊരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇതുപോലെ ഉമ്മി പനിക്കൂർക്കൻ്റെ എല്ലാം കൂടെ പൊരിക്കുന്ന 3-4 എടുത്തിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ പൊരിച്ചേക്കാണ്. അമ്മായിയമ്മമാർ എന്തെങ്കിലും ആഗ്രഹം പറയുകയാണെങ്കിൽ അത് പെട്ടെന്ന് സാധിച്ചു കൊടുക്കണം എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ അതും അങ്ങോട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇതുപോലെ ഒനിയൻ റിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഒനിയൻ റിങ്സ് ഇങ്ങനെയല്ല, നമ്മൾ ഓരോ റിങ് ആയിട്ട് എടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് എന്നാ ഒനിയൻ ബജി എന്നാക്കാം അല്ലേ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്ക്. പുതിയ ഐറ്റം ഒന്നുമല്ല, പഴയ ഐറ്റമാണ്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഒന്ന് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ ഇഫ്താറിന് വളരെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ലോങ് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കാര്യമായിട്ട് ഐറ്റംസ് ഒന്നുമില്ല. ലോങ് വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് ഐറ്റംസ് കാണിച്ചെങ്കിൽ മാത്രമേ കുറച്ച് വ്യൂസൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണെങ്കിലും കുറേ ഐറ്റംസ് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ ഇതിപ്പോൾ ഒരു ഷോർട്ട് ഇട്ടത് ഈ ഒരു കുഞ്ഞ് റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കൂവ കാച്ചിയത്, പച്ചവെള്ളമുണ്ട്, തണ്ണിമത്തനുണ്ട്, ഈത്തപ്പഴമുണ്ട്, പിന്നെ ബജി 2 ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ നോമ്പുറയുടെ ഐറ്റംസ്. അപ്പോൾ എല്ലാം എടുത്ത് വെച്ചപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ സമയം ഉണ്ടെന്ന് കണ്ടപ്പോൾ വേഗം ഞാൻ പോയി 2-3 ബ്രെഡും കൂടെ ഒന്ന് പൊരിച്ചെടുത്തു കേട്ടോ. ജസ്റ്റ് നെയ്യിൽ ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് അതും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സവാള വെച്ച് ട്രൈ ആക്കി നോക്കാത്തവർ എന്തായാലും നോക്കാം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.